ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ബ്രാഞ്ചുകളുള്ള ഐ ഫൗണ്ടേഷന്റെ 26ാമത് ഐ ഹോസ്പിറ്റൽ മുണ്ടക്കയത്ത് നവംബർ 8-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുണ്ടക്കയം ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ദ്രുമിൽ സി.കെ, ഐ ഫൗണ്ടേഷൻ കേരള റീജിയണൽ ഹെഡ് തമിഴ് സെൽവൻ ജെ.പി, സെൻട്രൽ മാനേജർ ഷാരോൺ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിനെ ഒരു മർജറിനെ പ്രമാണിച്ചിട്ട് അതിനെ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നമ്മുടെ ഈ വരുന്ന ശനിയാഴ്ച നവംബർ 8 at 4 o'clock ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ഓസ്പീഷ്യസ് പ്രസൻസ് ഓഫ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി രേഖ ആൻഡ് അവർ IMA കാഞ്ചിരപ്പള്ളി പ്രസിഡൻറ്റ് ഡോക്ടർ ഗോപിനാഥ് സാറിൻ്റെ ഓസ്പീഷ്യസ് പ്രസൻസിൽ നമ്മുടെ ഒരു മാനനീയായ നമ്മുടെ പൂഞ്ചാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ MLA മിസ്റ്റർ സെബാസ്റ്റ്യൻ സാറാണ് ഈ മർജറിനെ ഇനോഗ്രേഷൻ ഈ ന്യൂ വിഷൻ ഐ ഫൗണ്ടേഷൻ്റെ പുതിയ ബ്രാഞ്ചിനെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒഫീഷ്യൽ ഇനോഗ്രേഷനെ ഞങ്ങളുടെ എല്ലാ വി ആർ ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ടു അതിനകത്തൊരു പങ്കെടുക്കണം, അതിനെ ഒരു സക്സസ്ഫുൾ ആക്കണം. പിന്നെ അതുപോലെ അതിന് മുന്നോട്ടൊരു സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷിക്കണം. അപ്പം ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 7 years ആയിട്ട് ഈ ഏരിയയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. വി ഹാവ് സെറ്റ് എ ബെഞ്ച് മാർക്ക് ഇൻ ദി മോഡേൺ കാറ്ററാക്ട് സർജറി ആൻഡ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ റെറ്റിന അലോങ് വിത്ത് ദി മെഡിക്കൽ ഗ്ലൂക്കോമ. അപ്പോൾ ഇനി ഈ മേഖലയിലുള്ള ആൾക്കാരനെ അതിനെ ഉപരി നമ്മുടെ ഇവിടെ കൊടുക്കാൻ പറ്റാത്ത സേവനങ്ങൾ ലൈക്ക് വേറെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ലൈക്ക് റിഫ്രാക്റ്റീവ് സർജറി ആണ്, മീൻസ് ഒരു കണ്ണാടി ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്. അതുപോലെ കുറേ അൾട്രാ മോഡേൺ പ്രീമിയം ലെൻസ് ആണ്. അപ്പോൾ അങ്ങനെ അതിനുള്ള ഫെസിലിറ്റി, ഗ്ലൂക്കോമ വിഭാഗം, പീഡിയാട്രിക് ഓഫ്തൽമോളജി, ഒക്യുലോപ്ലാസ്റ്റി, അപ്പോൾ അങ്ങനത്തെയുള്ള കുറേ റെയർ സ്പെഷ്യാലിറ്റി ഉണ്ട് വിച്ച് ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഈച്ച് ആൻഡ് എവറി പ്ലേസ്. ഈ സ്പെഷ്യാലിറ്റിന് വേണ്ടി വി ഹാവ് ടു ട്രാവൽ സംടൈംസ് in other states also. Sometimes we have to travel much more. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പിനെ അടിയിൽ അത് ഇവിടുത്തെ ഉള്ള ആൾക്കാരനെ അതിനെ സേവനം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ മർജർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4-ന് മുണ്ടക്കയം YMCAയ്ക്ക് എതിർവശത്തുള്ള ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പൂഞ്ഞാറമ്മൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിക്കും. ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഡയറക്ടർ ഫാദർ സോജി കനാലിൽ, കാഞ്ഞിരപ്പള്ളി IMA പ്രസിഡന്റ് ഡോക്ടർ ഗോപിനാഥ് പിള്ളൈ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും. ആരംഭിച്ച ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിലെ പേഷ്യന്റിനെ സ്വീകരിക്കാനും അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുമുള്ള രീതിയിലോട്ട് വളർന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർ ദ്രുമിൽ ചന്ദ്ലാൽ ക്രിസാരിയ എന്ന് പറഞ്ഞ നമ്മുടെ മെഡിക്കൽ ഡയറക്ടറാണ്. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ 13 സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ന് ഏകദേശം 40ഓളം സ്റ്റാഫോടുകൂടി മധ്യ കേരളത്തിലെ തന്നെ ഒരു മികച്ച നേത്ര ചികിത്സാ ആശുപത്രിയായി മാറിയിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ എത്താൻ സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ മുണ്ടക്കയത്തുള്ള ആൾക്കാരുടെയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. ഇനി അതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നതിലും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ എങ്ങനെ ഈ നാട്ടിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന കഴിഞ്ഞൊരു 7 മാസമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സഹകരണവും തന്ന ഐ ഫൗണ്ടേഷൻ, കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഐ ഫൗണ്ടേഷൻ ഗ്രൂപ്പ് റെഡിയായിട്ട് നമ്മളോട് ചേർന്നു. 4 പതിറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് രോഗികൾക്ക് പരിചരണം നൽകി വരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച നേത്ര സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ദി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ദി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെ പാലക്കാട്, കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നീ ശാഖകൾക്ക് ശേഷം കേരളത്തിലെ 5ാമത്തെ ശാഖയാണ് മുണ്ടക്കയത്ത് ആരംഭിക്കുന്നത്. ഇതോടുകൂടി കോയമ്പത്തൂരിൽ ഡോക്ടർ D രാമമൂർത്തി ആരംഭിച്ച ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെ 26ാമത് ശാഖയായി മുണ്ടക്കയം ശാഖ മാറും. 2018 മുതൽ അത്യാധുനിക ചികിത്സ നൽകി വന്നിരുന്ന മുണ്ടക്കയം ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ ഇനി മുതൽ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലിൻ്റെ മികച്ച സേവനങ്ങളുമായി കൈകോർക്കുന്നത് വഴി സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകൾക്കും മിതമായ നിരക്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള നേത്രചികിത്സാ സേവനങ്ങൾ നൽകുന്നതിന് സജ്ജമായിരിക്കുകയാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. The
objective of Eye Foundation is the quality care to the poorest people of the country. ஸோ அதுதான் இந்த ஹாஸ்பிட்டலில் நிறுவனர் பார்த்திங்கன்னா டாக்டர் ராம்மூர்த்தி சேர்மன். அவர் ஒரு ஸ்மால் கிளினிக் ஆரம்பித்து அதிலிருந்து கடந்த 45 இயர்ஸாக ஒரு இண்டிவிஜுவல் பர்சனே டெவலப் ஆகி அதிலிருந்து ஓவர் கம் பண்ணி தான் இவ்வளோ பெரிய ஒரு ஸ்தாபனத்தை அவர் உருவாக்கியிருக்காரு. இன்றைக்கி பார்த்திங்கன்னா more than 200 டாக்டர்ஸ், more than 2000 எம்ப்ளாயீஸ் ஆர் ஒர்க்கிங் நவ். And our next 2-3 years plan பார்த்திங்கன்னா we are expanding this services to all the other nearby states including Andhra Pradesh and Kerala, many places in Kerala. The quality care வந்து next level of cities, எல்லா all treatment generally available in tier A category cities-ல தான் கிடைக்கும். ஸோ tier B, tier C லெவலில் இருக்கிறவங்களுக்கு நிறைய மெடிக்கல் ட்ரீட்மெண்ட் அஃபோர்டபுள் இருக்காதனால யாரும் அங்கே போய் ஒரு சர்வீஸ் பண்ணுறதுக்கு விருப்பறதில்லை. பட் அவர் மோட்டோ இஸ் லிட்டில் டிஃப்ரெண்ட் பிகாஸ் பீப்புள் ஷுட் எவ்ரிபடி ஹாஸ் டு get the equal level of treatment which is available in any other hospitals, and we are creating a channel. We cannot bring all the services to this level, but we are creating a channel through the new vision so that people can easily take the advanced treatment without any hesitation. For example, இப்போ பேஷண்ட் இங்கே ஒருத்தர் ட்ரீட்மெண்ட் என்ன வேணும் அப்படின்னு இங்கேயே டிசைட் பண்ண முடியும். நம்ம டாக்டரே பார்த்துட்டு இவருக்கு நெக்ஸ்ட் லைன் ஆஃப் ட்ரீட்மெண்ட் என்ன வேணும் அப்படின்றத தெரிஞ்சு எந்த இடத்துக்கு போனால் இது கரெக்டாக இருக்கும்னு எங்கள் கொச்சி பிரான்ச்சோ கோயம்புத்தூர் பிரான்ச்சோ அங்கே இருக்கிற டாக்டரோட கன்சல்ட் பண்ணி இங்கேயே அவங்களுக்கு ஒரு ஃபைனல் சொல்யூஷன் கொடுக்க முடியும். பேஷண்ட் நீட் நாட் வாக் அரவுண்ட் டு டிஃப்ரெண்ட் ஹாஸ்பிட்டல் டு ஃபைண்ட் அவுட். ஸோ அந்த ஒரு அட்வான்டேஜ் இருக்குது. இன்னொரு பெரிய அட்வான்டேஜ்னால் அந்த நெட்வொர்க் ஹாஸ்பிட்டலில் பேஷண்ட்ஸுடைய கிளினிக்கல் ஹிஸ்ட்ரி மெயின்டைன் பண்ணுவோம். ஸோ எவ்ரி பேஷண்ட் டேட்டா, how many times they are coming to the hospital, all the treatments are available. തിമിര ശസ്ത്രക്രിയയും റെറ്റിനറി ചികിത്സയിലും പ്രഗത്ഭരായ ഡോക്ടർ ദ്രുമിൽ CK-യുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദീപ ജോർജ്, ഡോക്ടർ അലൻ മാത്യു, ഡോക്ടർ നീതു മരിയ ജോർജ് തുടങ്ങിയ 4 വിദഗ്ധരായ ഫുൾ ടൈം ഒപ്തമോളജിസ്റ്റിൻ്റെയും 10 ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെയും സേവനം മുണ്ടക്കയം ഐ ഫൗണ്ടേഷനിൽ ലഭിക്കുന്നു. തിമിര ശസ്ത്രക്രിയയ്ക്ക് കണ്ണിൽ വെക്കാവുന്ന ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്നതിനുള്ള ആധുനിക യന്ത്രസജ്ജീകരണവും കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ടെസ്റ്റ്, സ്കാനിംഗ് തുടങ്ങി നിരവധി ചികിത്സകൾക്കുള്ള അത്യാധുനിക ചികിത്സാ രീതിയാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. കുറഞ്ഞ സമയം കൊണ്ട് ലെൻസ് ഫിറ്റിങ്ങിന് സഹായിക്കുന്ന മെഷീനും ഓട്ടോമാറ്റിക് സ്കാനിങ്ങിന് സഹായിക്കുന്ന മെഷീൻ അടക്കം നൂതന മെഷീനുകളുടെ സഹകരണത്തോടെയാണ് ഐ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ഇനി തുടരുക. നവീകരിച്ച ഒന്നിലധികം കൺസൾട്ടേഷൻ മുറികൾ, നൂതന സ്കാനിംഗ് റൂമുകൾ, അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഒപ്റ്റിക്കൽ ഔട്ട്ലെറ്റ്, ഫാർമസി, ലബോറട്ടറി എന്നിവയും ഹോസ്പിറ്റലിൻ്റെ സവിശേഷതയാണ്. കൂടാതെ പരിചയസമ്പന്നരായ നേത്രവിദഗ്ധരുടെയും പ്രശസ്ത സ്ഥാപനങ്ങളിൽ പരിശീലനം നേടിയ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും പരിചരണവും ഇവിടെ ലഭിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഡിസംബർ 15 വരെ എല്ലാ രോഗികൾക്കും സൗജന്യ കൺസൾട്ടേഷനും തിമിര നിർണയവും നടത്തുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുള്ളതായും ആശുപത്രി ഭാരവാഹികൾ അറിയിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.